വനജയുടെ കല്യാണം നിശ്ചയിച്ചു. വരന് കോപ്പറേറ്റീവ് ബാങ്കിലാ ജോലി. അവൻ നിന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാ ഇത് നിനക്കാ. ആ മോളെ, പിന്നെ എന്താ? ഒരു സാരിയുമായി വന്നിരിക്കുന്നു. ഇവിടെ ഒരു സാരി കാണാത്ത പോലെ. മനുഷ്യനായ നാണം വേണം. എന്നെ സംബന്ധം ചെയ്യാനുള്ള മോഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പറഞ്ഞേക്കു കൂട്ടുകാരനോട്. ഓരോരുത്തർക്കും അർഹതയുള്ളതേ ആഗ്രഹിക്കാവൂ. പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അയാൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനെന്താ അതിന്റെ വേലക്കാരനോ? നീ വേണമെങ്കിൽ നേരിട്ട് പറ. വാനിറ്റി ബാഗും പൊക്കമുള്ള ചെരുപ്പുണ്ടെന്ന് കരുതി തട്ടാന്തോടിലെ കുഞ്ഞിലക്ഷ്മിയുടെ മോൾ അത്ര ഞെളിയൊന്നും വേണ്ട. നിന്റെ നാക്കും അതിന്ന് വരുന്ന വാക്കും ഈ നാട്ടിൻപുറത്തിന് ചേർന്നതല്ല. ചേർന്നതല്ലേ എന്നെ ആരും സഹിക്കണ്ട. എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ തുറന്നു പറയും. മുച്ചിട്ട് കളിക്കാരന് നാടകുത്തി എനിക്ക് യോഗ്യരല്ല. തന്റെ കൂട്ടുകാരൻ എന്നെ കാണാൻ വരുന്നതോ സംസാരിക്കുന്നതോ എന്തെങ്കിലും തരുന്നതോ എനിക്ക് ഇഷ്ടമല്ല. എന്താണ് നീ പറഞ്ഞത്? മലയാളത്തിലാ പറഞ്ഞത്, മനസ്സിലായില്ലേ? തൊട്ടുപോകർ തന്നെ. കൈ ധരിക്കുന്നുണ്ടെങ്കിലേ ദേ അവിടെ ഒരുത്തി നിൽക്കുന്നില്ലേ, സ്വന്തം അനിയത്തി, അവളുടെ മേത്തയക്കും. സാമ്പാർ വെച്ച് കൊടുക്കടാ. അവിടെ ഇത്തിരി ചോറിട്ടെ. ചോറ് അവിടെ ചോറ് ആർക്കാ? ചോറ് വേണോ അവിടെ? ഇവിടെ ആർക്കാ? ഇവിടെ എന്താ വേണ്ടേ? അപ്പുണ്ണേ ചോറ് കൊടുക്കും. മതി. അമ്മ എന്തേ? കൊച്ചിനെയും വെച്ചോണ്ടകത്തിരിക്കുക. അടുത്ത വണ്ടിയിലിരിക്കും. ഗൗരി വന്നില്ലല്ലേ? ഇല്ല. മതി മതി. മൂത്രത്തിൽ പഞ്ചാരയാ. പിന്നെ പലതിനും ഒഴിച്ചോണ്ട് കഴിച്ചത് മാത്രം. വേണ്ട. കുറച്ചാകാന്ന്. പായസം വേണോ? നിങ്ങൾ നല്ലയാളാ. എന്താ അങ്ങോട്ട് വരാഞ്ഞേ? ഞാൻ വരാം, തിരക്കൊന്ന് കഴിയട്ടെ. അവിടെ ഒരു തിരക്കില്ല, വാ. ഞാൻ വന്നോളാം. അത് പറഞ്ഞാ പറ്റില്ല, ഇപ്പൊ തന്നെ വരണം. ഞാൻ അവിടെ വന്നോടെ മോനെ, അതുകൊണ്ടാ. നിങ്ങൾക്ക് അവിടെ ഒരു തീണ്ടായ്മയില്ല. കമലമ്മ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വരുന്നത് ഞാൻ വിളിച്ചിട്ടാ. അതിൽ ആർക്കെങ്കിലും നെണ്ണുണ്ടെങ്കിൽ അവരെ എന്നിട്ട് പോയിക്കോട്ടെ, എനിക്കൊരു ചുക്കൂല്ല. എന്റെ അയൽവക്കായിട്ട് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്കത് വിഷമം. മോൻ പോയിക്കോ, ഞാൻ ഈ കള്ളിയും കൊണ്ട് മാറിയിട്ട് വന്നോളാം. ഞാൻ വന്നോളാം. വരട്ടെ ചേട്ടാ, കൂടെ കൂടെ വരണം. അത് നീ പറഞ്ഞിട്ട് വേണം മോളെ. വരട്ടെ. Polla, polla, vaya, vaya, polla, polla, ulogama, melogama, agayama, agalama, amadi tatadiya, vaya, vaya, polla, polla, vaya, 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 vaya.
ഇന്നലത്തെ കളക്ഷൻ എത്രയാ? 16,616. പോരല്ലോ. നിങ്ങൾക്ക് വരെ വരെ ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയായ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരാ അത്? ജെയിംസ് ടൗണിൽ പോയിരിക്കാണല്ലോ. നിർത്ത്! എന്തായി കാണിക്കുന്നത്? നിർത്ത്! 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 അച്ഛൻ എന്തിനാ ബഹളം കൂട്ടുന്നത്? അയാൾ അസലായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെന്താ? ഫാന്റാസ്റ്റിക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? സമ്മതിച്ചിരിക്കുന്നോ ഭരത? ഇവിടെ ഓരോരുത്തന്മാരും മാസക്കണക്കിന് ചുരണ്ടിയിട്ടാ ഉരുട്ടിയെടുക്കണത്. ആരുടെ വെച്ചിട്ട് വണ്ടി എടുത്ത്? അല്ല, അതിനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എനിക്കൊരു അസുഖമുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അതെന്നെ ആകർഷിച്ചാൽ ഞാനൊന്നും ശ്രമിക്കാതെ വിടുകയില്ല. അതൊരു വാശിയാ. മാറി ഓപ്പൺ. അയ്യോ, എനിക്ക് പത്യമാണ്. ഞാൻ കഷായം ഒന്നും ചെയ്യല്ലേ. മാറ്റടാ കൈ. കൈ മാറ്റാൻ. നീട്ടടാ കൈ. സാറേ, നീട്ടാൻ. എന്നെ തല്ലല്ലേ സാറേ, ഞാൻ ചത്തുപോകും സാറേ. എന്നെ തല്ലല്ലേ സാറേ. നീ എന്താ ജെയിംസ് ഇവിടെ ഇരിക്കുന്നത്? ബൈക്ക് ഓടിക്കുന്നില്ലേ? മരണക്കടന്ന് ടിക്കറ്റ് എടുത്ത ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കുന്നു. കാലിലൊരു വേദന, കൂടാതെ ഓടിക്കാനോട് വേറെ ആളുണ്ടല്ലോ. ഓ, അത് ശരി. ഭരത, ഭരത, ഭരത. കാലിന് സുഖമില്ലെന്നൊക്കെ പറയുന്നത് പച്ച നുണയാ. ഇത് വലിയ പാട് തന്നെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. വേണം സാർ, വേഷം കെട്ടിയാലേ ജനങ്ങൾക്ക് ഇഷ്ടമാവും. അല്ല, കഴിഞ്ഞില്ലേ? വേഗം ആട്ടെ. ഇയാൾ ഇവിടെ വന്നാലോ? റിക്കാർഡ് വെച്ചല്ല കോച്ചിങ് കാണിക്കേ. ജനം ബഹളം കൂട്ടും. പോവാ സാർ. വരും പുഷ്പേ, വാ. ഇത് പാട്ടല്ല, ഞാൻ തോടും.
സ്കിൽ ഗെയിംസിനാണ് പെർമിഷൻ തന്നിട്ടുള്ളത്. സൂചിയുടെ സ്കിൽ ഗെയിം ആണോ? അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. സ്കിൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും സർ. സൂചി എറിയുന്നതിന് പ്രത്യേക സ്കിൽ വേണം സർ. പ്രത്യേക പരിശീലനം ഉണ്ടെങ്കിലേ അത് സാധിക്കൂ. ഈ റൈഫിളും റിവോൾവറും മറ്റും ആർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് സൂചി എറും. പിന്നെ സൂചി എറിയുന്ന ആൾ വിജയിച്ചാൽ ഞങ്ങൾ സമ്മാനം കൊടുക്കും. അതിൽ പങ്കെടുക്കുന്നതിന് ഒരു ചെറിയ ഫീസും ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കളവോ വഞ്ചനയോ ഒന്നുമില്ല സർ. സൂചിയേർ എന്താണെന്ന് താൻ എന്നെ പഠിപ്പിക്കുകയാണോ? അയ്യോ അല്ല സർ. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ഇത് ധാരാളം മതി സർ. പിന്നെ എവിടെ ചെന്നാലും ലോക്കൽ പോലീസുമായി ഒരിണക്കത്തിലാണ് ഞങ്ങൾ നീങ്ങാറുള്ളത്. അതുകൊണ്ട് ഒരിടത്ത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പ്രശ്നമുണ്ട്. മറ്റുള്ളവർക്ക് തന്റെ അഭ്യാസവും വേലയും നടന്നിരിക്കും. ഇവിടെ നടക്കില്ല. തന്റെ കാർണിവൽ ഞാൻ അടിച്ചു പൊളിക്കും. ഒന്നിനെ ഞാൻ വിടില്ല. എല്ലാത്തിനും ഞാൻ അകത്താക്കും. സർ കൊണ്ടുപോണോ? ഇനിയിപ്പോ എന്ത് ചെയ്യും ജെയിംസേ? ആകെ പ്രശ്നമായല്ലോ. എന്തായി? സാർ എന്ത് പറഞ്ഞു? ഒരു രക്ഷയില്ല. അടുക്കുന്നില്ലല്ലോ സാറേ. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് രക്ഷയില്ല. സൂചിയർ ഗാംബ്ലിംഗ് ആണെന്ന്. ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരം സർക്കാർ ജീപ്പിൽ പോയി നേരം പുലരുവോളം കാശ് വെച്ച് കളിക്കുന്ന ആള് തന്നെ ഇത് പറയണം. എന്നിട്ടെന്താ? ഇന്ന് എന്നെ നിർത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിർത്തിയേക്ക്. അയ്യോ സാറേ, ലക്ഷങ്ങൾ മുടക്കിയിരിക്കുക. റേഷൻ വാങ്ങാൻ വകയില്ലാത്ത ഇവിടുത്തെ പാവങ്ങളെ തന്റെ മുതൽ മുടക്കും ലാഭവും തിരിച്ചു തരണം എന്ന് പറയുന്നത് കുറച്ച് കടന്ന കയ്യാണ്ടോ? അങ്ങനെ പറയരുത് സാറേ. കുറെ കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാ. അയാൾ സമ്മതിച്ചാൽ സൂചി എറിയെ തലവുത്തേക്ക് എന്ത് വേണേ ചെയ്തു. ഓഫീസർമാര് പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നേ നന്നായേനെ. ജെയിംസേ, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുത്തെ ലോക്കൽ ആളല്ലേ ഭരതൻ, അയാളെ ഒന്ന് വിട്ടാലോ? അയാൾ പറഞ്ഞാൽ കുറെ കേൾക്കും. ഇവിടെ മുച്ചിട്ടും കളിച്ചു നടന്ന പാർട്ടിയല്ലേ. നടക്കുന്ന കാര്യമല്ലുണ്ട് പറബായി. ഒരു കാര്യം ചെയ്യേ, വായിപ്പിക്കോ, ഞാൻ ശരിയായിക്കൊള്ളാം. സാറ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഭാഷ കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടുപോയി. എല്ലാം കൂടെ വലിച്ചു പറിച്ച് ഓടേണ്ടി വരുമെന്നാ കരുതിയത്. അത് പോലീസ് മുറയിലൊന്ന് വരട്ടിയതല്ലേ. പിന്നെ ജെയിംസ് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടിയിട്ടു. ഞാൻ വരട്ടെ? ശരി സാർ, കൂടെ കൂടെ വരണം. വരാം. ആ